കീപ്പ് ചെയ്യണം. ഇതൊക്കെ പറയുമ്പോഴും ഇബ്നുൽ ഖയ്യിം തങ്ങൾ 4 വിഭാഗം നിസ്കാരക്കാരെ സംബന്ധിച്ച് പറഞ്ഞു. 4 തരം നിസ്കാരക്കാർ. അതിൽ ആദ്യത്തെ ആള് മുആഖബാണ്, ശിക്ഷ കിട്ടും. അതെന്താ സംഭവം എന്നറിയോ? അവർ ഓതു മുഴുവനായിട്ടില്ല, മടമ്പ് നഞ്ഞിട്ടില്ല, അവറത്ത് ശരിക്കും മറിഞ്ഞിട്ടില്ല, അങ്ങനെ ഷർത്തും ഫറലും നോക്കാത്തവർ. അടുത്ത ആള് ഷർത്തും ഫറലും നിസ്കാരമൊക്കെ എല്ലാം കൃത്യമാണ്. വുളു കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ, എല്ലാ മസ്അലയും പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹം മനസ്സിലേക്ക് വേറെ ചിന്തകളൊന്നും വരരുതേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലേക്ക് വേറെ ചിന്തകളൊന്നും കടന്നു വരരുതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസിനോട് പടവരുതാണ്. ഞാൻ അതിനെപ്പറ്റി ഓർക്കൂല, എൻ്റെ അടുത്തൊക്കെ അതിനെപ്പറ്റി വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വസ്വാസം എന്ന് പറഞ്ഞാൽ ഈ അനാവശ്യ ചിന്തകൾ, അതിന് വസ്വാസം എന്ന് പറയും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അനാവശ്യ ചിന്തകളെ തടഞ്ഞു നിർത്തുകയാണ്. പലതും വരുന്നുണ്ട്, അവിടെ എന്തോ പാട്ട് കേൾക്കുന്നുണ്ട്, ഇവിടെ ആരോ സംസാരം കേൾക്കുന്നുണ്ട്, എനിക്കിത് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അയാളുടെ ആകെ ഡ്യൂട്ടി എന്താണ്? എൻ്റെ മനസ്സ് വേറെ എവിടെയും പോകരുത്. ശ്രദ്ധിക്കണം, എൻ്റെ മനസ്സ് എവിടെയും പോകരുത് എന്ന് മാത്രമേ അയാൾ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ഇടങ്ങേറായിട്ട് കറക്റ്റ് നിസ്കരിക്കുകയാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു മുഹാസബുൻ, ഓൻ്റെ നിസ്കാരത്തെ പറ്റി ചോദ്യം ഉണ്ടാവും, എന്ത് നിസ്കാരം നിസ്കരിച്ചത്. മൂന്നാമത്തേത് മുകഫറുൻ അൻഹു, അതായത് മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഷർത്തും ഫറളും ഒക്കെ ഇതാണ്, ഒരു അനാവശ്യ ചിന്തകളും വരുന്നില്ല. പക്ഷെ എൻ്റെ നിസ്കാരത്തിന് കുഴപ്പം വരരുത് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ആ മഖ്റജ് ശരിയായോ, ഹാ ശരിയായോ, എൻ്റെ റുക്കൂ ശരിയായോ, എൻ്റെ അത്തഹിയ്യാത്ത് ഞാൻ കറക്റ്റ് തന്നെയല്ലേ ഓതുന്നത്, ഇങ്ങനെ കറക്റ്റ് ചെയ്യാവുന്ന ചിന്തയിൽ മാത്രമാണ്. പിശാചിൻ്റെ ചിന്തകളൊന്നുമില്ല. പക്ഷെ എൻ്റെ നിസ്കാരത്തിന് കുഴപ്പമൊന്നും വരരുത്, എൻ്റെ നിസ്കാരം കറക്റ്റ് തന്നെ ആവണം, ആ ഒരു ചിന്തയിലാണ് അയാൾ നിസ്കരിക്കുന്നത്. മുകഫറുൻ അൻഹു, അയാളുടെ തെറ്റുകളൊക്കെ അത് പുറത്തു കൊടുക്കും ആ നിസ്കാരം കൊണ്ട്. നാലാമത്തെ ആള് ആദ്യത്തെ ആള് നിസ്കാരത്തിൻ്റെ ഷർത്തും ഫറളൊന്നും റെഡിയാവാതെ നിസ്കരിച്ച ആൾ, അയാൾ മുആഖബാണ്. രണ്ടാമത്തെ ആള് നിസ്കാരത്തിൻ്റെ വുളൂവും അതിൻ്റെ ഫറളും കാര്യങ്ങളൊക്കെ ആയി, ലാകിൻ ضيع مجاهدة نفسه في الوسوسة فذهب مع الوسواس والأفكار. നിസ്കാരമൊക്കെ ക്ലിയർ ആയിരുന്നു. ഈ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, മൊത്തത്തിൽ 5 ഗ്രൂപ്പുണ്ട്, 5 വിഭാഗമുണ്ട്. തുടക്കത്തിൽ പറയാം. 5 വിഭാഗം നിസ്കാരക്കാർ. ഒന്ന് പോയി ജീൻസ് ഉണ്ടല്ലോ, ഹോട്ടലിലെ ജീൻസൊക്കെ ഇട്ട് വന്നത്, ഇപ്പം എന്തോ പാർട്ടിക്ക് പോകുമ്പോഴാണ് നിസ്കരിക്കാൻ കയറിയത്. അപ്പോൾ കല്യാണത്തിന് പോകില്ലേ എന്ന് വിചാരിച്ചാൽ കീറിയ പാൻ്റൊക്കെ ഇട്ട് പോയത്. പക്ഷേ ഷർത്ത് ശരിയായില്ല, നിസ്കാരം പോയി. മുആഖബുൻ, അവർക്ക് ശിക്ഷ ഉണ്ട്. രണ്ടാമത്തെ ആള് സംഗതി ഓതൊക്കെ കറക്റ്റാണ്, നിസ്കാരവും അദ്ദേഹത്തിൻ്റെ കിബിലയും റുക്കുവും വസ്ത്രവും റുക്കുവും സുജൂദും പറഞ്ഞ പോലെ വിരൽ വെക്കലോ ഒക്കെ ശരിയാണ്. പക്ഷെ മനസ്സെവിടെയോ ആയിരുന്നു, മനസ്സ് ഇബ്ലീസ് കൊണ്ടുപോയി. ആ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു മുഹാസബുൻ, ആ നിസ്കാരത്തെക്കുറിച്ച് നാളെ ചോദ്യം ഉണ്ടാവും, എന്ത് നിസ്കാരം നിസ്കരിച്ചത്. മൂന്നാമത്തേത്, ഇനിയൊക്കെ ബാഹ്യം ക്ലിയറാണ്, ഒന്നും ഷർത്തും ഫറളും ഒക്കെ റെഡിയാണ്. മോശപ്പെട്ട ചിന്തകളൊന്നും, പിശാചി ചിന്തകളൊന്നും കൊണ്ടുവരരുത് എന്ന ചിന്ത മാത്രമാണ്. നല്ല ചിന്തകളെ കൊണ്ടുവരാനെ കൊണ്ട് പറ്റുന്നില്ല, മോശപ്പെട്ട ചിന്തകൾ വരരുത്, നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരം മുകഫറുൻ അൻഹു, ആളുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും. നാലാമത്തേത് ഷർത്തും ഫറളും ഒക്കെ ക്ലിയറാണ്, ആ മനുഷ്യൻ പൈശാചികമായ ചിന്തകളൊന്നും വരുന്നില്ല. പക്ഷെ എൻ്റെ നിസ്കാരം അതിൻ്റെ സ്ട്രക്ചർ കൃത്യമാവണം, എൻ്റെ നിസ്കാരം ശരിക്ക് നിസ്കരിക്കണം, അതിൽ കുറവും ഒന്നും വരരുത്. അതിൻ്റെ ബാഹ്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളാണ് മുസാബുൻ, കൂലി കിട്ടും, നിസ്കാരത്തിന് കൂലി കിട്ടും. അഞ്ചാമത്തെ ആള് ഷർത്തും ഫറളും എല്ലാം ക്ലിയറാണ്, ഒരു പിശാചിൻ്റെ ചിന്തയും വരുന്നില്ല. നിസ്കാരം റെഡിയാക്കുക, അത് ഓട്ടോമാറ്റിക് റെഡിയാണ്. ആ മനുഷ്യൻ്റെ ഖൽബ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. മുറാഖിബൻ ലഹു, അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
മുംതലിഅൻ മിൻ മഹബ്ബതിഹി വഅളമതിഹി, അല്ലാഹുവിനോടുള്ള സ്നേഹവും അല്ലാഹുവിനോടുള്ള മഹബ്ബത്തും ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. ഈ നിസ്കരിക്കുന്ന മനുഷ്യൻ മുഖറബുൻ ഇലല്ലാഹ്, അവർ അള്ളാഹിൻ്റെ വലിയായി മാറും. അതാണ് നിസ്കാരം. ഇത് അനാവശ്യ ചിന്തകൾ വരരുത്, അത് നല്ല കാര്യം തന്നെയാണ്. അവിടെ നിർത്തരുത്. നിസ്കാരത്തിൻ്റെ സ്ട്രക്ചർ ബ്രേക്ക് ആവാൻ പാടില്ല, അതും ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് നിസ്കാരത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഖൽബ് അള്ളാഹിൻ്റെ മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ്. അവിടെ എൻ്റെ ഖൽബ് അള്ളാഹുവിൻ്റെ കൂടെയാണ്. അള്ളാഹുവിനെ കാണുന്നതും അള്ളാഹുവിൻ്റെ ഹിസാബും നരകവും സ്വർഗവും മരണം ഓർക്കണം എന്നാണ് നിസ്കരിക്കുമ്പോൾ. അത് സുന്നത്താണ്. അങ്ങനെ നിസ്കരിക്കുന്നൊരു നിസ്കാരം അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് നിറഞ്ഞ ആ നിസ്കാരമാണ് മുഖറബും മിർ റബ്ബിഹി, അവരാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. അല്ലാത്തവർ പണിയെടുത്ത് കൂലിട്ട് അത്രേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? ഇങ്ങനെ 5 തരത്തിലാണ് നിസ്കാരക്കാർ എന്നാണ് പറഞ്ഞത്. ആദ്യത്തേത് ഒന്നുമില്ല, പോയി, ഷർത്തും ഫർദൊന്നും റെഡി ആയിട്ടില്ല. രണ്ടാമത്തേത് ഷർത്തും ഫർദൊക്കെ ക്ലിയറാണ്, പക്ഷെ കൽബ് പോയി. കൽബ് കൊണ്ട് എവിടെയോ ആണ് നിസ്കരിക്കുന്നത്, കൽബ് കൊണ്ട് എവിടെയോ ആണ്. ആ മനുഷ്യൻ്റെ നിസ്കാരം മുഹാസബുൻ, അള്ളാഹ് വിചാരണ ചെയ്യും. ഇതെന്ത് നിസ്കാരമാണ്? പക്ഷെ ആൾ ഉതുർത്ത് കറക്റ്റാണ്. റുക്കൂഴി പറഞ്ഞ പോലെ കറക്റ്റ് കാലിൻ്റെ ചിരട്ട ഈ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് നിസ്കരിച്ചത്. ഉദാഹരണം പറയാം, വിരലുകൾ കറക്റ്റാണ്, കിബിലക്കാണ്, പക്ഷെ കൽബ് എവിടെയോ ആയിരുന്നു. ചൊറുക്കൊണ്ട് പാറ എന്നൊക്കെ പറഞ്ഞില്ലേ കാസർഗോഡ് ഭാഷയിൽ? ഓൻ്റെ കൽബ് പാറയായിരുന്നു, എവിടെയോ പാറയായിരുന്നു. എവിടെയാണെന്ന് അവൻ അറിയില്ല. എവിടെയൊക്കെയോ പാറിക്കളിച്ചിട്ട് അവസാനം സലാം വിട്ടുകൊണ്ട് ഭൂമിക്ക് ഇറങ്ങി വരും. അത് വരെ അതിലെന്തെങ്കിലും കറങ്ങിയിരുന്നു. ആ നിസ്കാരം പ്രത്യക്ഷത്തെ ഒരാൾ കാണുമ്പോൾ കുഴപ്പമുണ്ടോ? നല്ല നിസ്കാരം. ഇതിൽ ഇമാം ഗസാലി തങ്ങളെ പറഞ്ഞത് ഇത്തരം ആളുകൾ നിസ്കാരം മടക്കണമെന്ന്. പക്ഷെ ജംഹൂറുൽ ഫുഖഹ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നിസ്കാരം മടക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഒരു സ്വഹാബി തങ്ങളോട് വന്ന് പറഞ്ഞു കൊടുത്തു, പൊന്നാര നബിയെ, എന്താ ചെയ്യുക, ഞാൻ നിസ്കാരം തുടങ്ങി എനിക്ക് പിശാചിൻ്റെ വരവ് എൻ്റെ കൽബിൽ വേണ്ടാത്ത തോന്നിപ്പിക്കുകയാണ്. ഞാൻ നിസ്കാരത്തിൻ്റെ എണ്ണം വരെ ചിലപ്പോൾ മറന്നു പോകുന്നുണ്ട് നബിയെ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ദാക ശൈത്വാനുൻ യുഖാലു ലഹു ഖിൻസിബ്, ഖിൻസിബ് എന്ന് പറയുന്ന പേരുള്ള ശൈത്വാനാണ് വന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിത്തുടങ്ങിയാൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതുകയും ഇടതു ഭാഗത്തേക്ക് ഉമിനീരില്ലാതെ 3 പ്രാവശ്യം തുപ്പുകയും ചെയ്താൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ സ്വഹാബി പറഞ്ഞു, ഞാനത് ചെയ്തു നോക്കി, എൻ്റെ കുഴപ്പം പോയി എന്ന് പറഞ്ഞു. അവിടെ നബി തങ്ങൾ മടക്കി നിസ്കരിക്കണമെന്ന് പറഞ്ഞില്ല എന്നതാണ് ഇവിടെ തെളിവ്. അതുകൊണ്ട് നിസ്കാരം മടക്കണമെന്ന് പറയില്ല, പക്ഷേ അള്ളാഹിൻ്റെ അടുത്ത് കൂലി വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനത്തെ നിസ്കാരമൊക്കെ മടക്കാൻ പിന്നെ ലൈഫിൽ വേറെ എന്തെങ്കിലും പണിയെടുക്കാൻ നേരം ഉണ്ടാവുമോ? അള്ളാഹുവിൻ്റെ ഒരു ഫضل കൊണ്ടും പഠിച്ചവൻ്റെ കരുണ കൊണ്ടും അള്ളാഹു സ്വീകരിക്കണേന്ന് അള്ളാഹിനോട് ദ്വാരക്കാനേ പറ്റുള്ളൂ. കാരണം നിസ്കരിച്ച എല്ലാ അധിക നിസ്കാരങ്ങളെ തന്നെയായിരിക്കും പാറുകയാണ്. കൽബ് കൊണ്ട് കാസർഗോഡ് ഭാഷ പാറെന്നല്ലേ പറയില്ലേ? ഈ പാറിൻ്റെ സാധനം തേച്ചിട്ട് കിഡ്നി പോകണ്ടിട്ടാ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? തേച്ചിട്ട് വെളുത്ത് പാറുകാരനില്ലേ, ആ പാറിൽ തന്നെ ഉണ്ടാവുള്ളൂ. റൂഹടക്കം പാറും. കിഡ്നിക്ക് സ്കിന്നിൽ തേക്കുന്ന സാധനം തൊലിക്കുള്ളിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ സാധനമുണ്ട്. അത് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊക്കെ വെളുക്കാൻ വേണ്ടി തേച്ചിട്ടേ വെളുക്കും ശരി തന്നെയായിരിക്കും. കുറേ പ്രൊമോട്ടർമാരും കുറേ വ്ളോഗർമാരൊക്കെ ഉണ്ടാവും. പക്ഷേ കിഡ്നി പോവുക. ഡോക്ടർമാരിപ്പോൾ കണ്ടില്ല, ഒരു മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ റിപ്പോർട്ട് വന്നത്, സ്കിൻ വെളുക്കാൻ വേണ്ടിയുള്ള ലേപം തേച്ചിരുന്നു, വേറെ ഒരു സമയം കിഡ്നി പോയിക്കണേ. തൊലിക്ക് തേച്ചാൽ കിഡ്നി പോവും, ശരീരത്തിനുള്ളിലേക്ക് ഇറങ്ങുന്നതൊക്കെ. അപ്പോൾ ഈ പാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ റൂഹ് പാറും. മനസ്സ് പാറുന്ന നിസ്കാരങ്ങൾ അത് മുഹാസബൻ, അള്ളാഹു വിചാരണ ചെയ്യുന്നതാണ്. 3ാമത്തെ വിഭാഗം കുഴപ്പമൊന്നുമില്ല, നിസ്കാരം കറക്റ്റാക്കണം, ഇബ്ലീസിൻ്റെ ഒരു ചിന്ത എനിക്ക് വരരുത് എന്ന് മാത്രം ഉണ്ടല്ലോ. പക്ഷെ അയാൾ ചെയ്യേണ്ട നന്മ ചെയ്തിട്ടില്ല. അവിടെ ചെയ്യേണ്ടത് മനസ്സ് അള്ളാഹ്ക്ക് കൊടുക്കലാണ്. നിസ്കാരത്തിൻ്റെ സ്ട്രക്ചർ റെഡിയാവും വേണം, ഇബ്ലീസിൻ്റെ ചിന്തയും വരരുത്. പക്ഷേ ഇബ്ലീസിൻ്റെ ചിന്ത വരാതിരിക്കാൻ വേണ്ടി വല്ലാണ്ട് ഇടങ്ങേറായി പണിയെടുത്തിട്ടുണ്ട്. മുക്കഫറുൻ, അള്ളാഹു തആല കൂലി കൊടുക്കും, സാരമില്ല, അവൻ പരിശ്രമിച്ചല്ലോ. കഫാറത്തുൻ, ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായിട്ട് ഈ നിസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അടുത്ത ആള് മനസ്സുകൊണ്ട് പിശാചിൻ്റെ അങ്ങനെ ഒരു വിഷയം അനാവശ്യ ചിന്തകളൊന്നും നിസ്കാരത്തിൽ വരുന്നില്ല.
പക്ഷേ ഖൽബ് അള്ളാഹുവിനോടുള്ള തൃപ്തിയോ മഹബത്തോ അള്ളാഹുവിനോടൊരു ഇഷ്ടമോ അതൊന്നും ഹൃദയത്തിൽ വന്നിട്ടില്ല. നിസ്കരിക്കുന്നുണ്ട്, ഒക്കെ ശരിയാ, റുക്കുവും സുജൂദും ഒക്കെ കറക്റ്റാണ്. ഇബ്ലീസിൻ്റെ ചിന്തയൊന്നും മനസ്സിൽ വരുന്നില്ല. അള്ളാഹിനെ പറ്റി ചിന്ത വന്നോ? അതും വന്നിട്ടില്ല. മുസാബുൻ, കൂലിട്ടു. അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുന്നത് അടുത്ത കാറ്റഗറിയാണ്. ഇതൊക്കെ റെഡിയാണ്, മനസ്സുകൊണ്ട് വേറെ ചിന്തകളൊന്നും വരുന്നില്ല. ഇത് ആകെ 3 മിനിറ്റിൻ്റെ കഥയെ പറഞ്ഞു കേട്ടോ, 3 മണിക്കൂറും നല്ലത്. 3 മിനിറ്റ്, ഒരു 180 സെക്കൻഡിൻ്റെ കഥയെ പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു 240 സെക്കൻഡ്. 240 സെക്കൻഡ് അത്ര നേരം അള്ളാഹിനെ പറ്റി ഓർക്കുക. അതിനെപ്പറ്റി മുഖറബുൻ ഇലൈ, അള്ളാഹുലേക്ക് ഖുർബ് കിട്ടുന്ന, അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുന്ന അമലായിട്ട് മാറുന്നത്. ഇനി നമ്മളെ കൊണ്ടത് പറ്റില്ല, ഇവന് എന്തിനാ നമ്മളെ പറ്റുക? 3-4 മിനിറ്റ് മനസ്സല്ലാഹ് കൊടുക്കാൻ പറ്റാത്ത നിസ്കാരമാണെങ്കിൽ, അപ്പോൾ ഇതൊരു കാട്ടിക്കൂട്ടലല്ല. അങ്ങനെ അത് ശരിക്കും ഇത് സ്ട്രക്ചർ റെഡിയായാൽ മാത്രം പോരാ. ഒന്ന് കറക്റ്റാണ്, അത് കറക്റ്റ് ആവണം, അത് മാത്രം പോരാ. ഇവിടെ ഒരു ആത്മീയമായ അതിൻ്റെ ഒരു രസമുണ്ട്. ആ രസതന്ത്രം വർക്ക് ചെയ്യണം. അപ്പോഴേ നിസ്കാരം കൊണ്ട് തിന്മയിലേക്ക് പോകാതിരിക്കുള്ളൂ. അപ്പോഴേ നിസ്കാരത്തിൻ്റെ നൂറ് കിട്ടുള്ളൂ. അപ്പോഴേ നിസ്കാരം ഒരു മെഹറാജാണെന്ന് പറഞ്ഞ സംഗതി നടക്കുള്ളൂ. മെഹറാജ് നബി ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അസ്വലാത്തു മെഹറാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ ആകാശാരോഹണമാണ് നിസ്കാരം. നിസ്കാരത്തിൽ മെഹറാജ് ചെയ്ത് വരാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഭൂമിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. ആകാശത്തേക്കൊന്നും പോകണ്ട, ഭൂമിയിൽ നിന്ന് മുസല്ലയിൽ നിന്നുകൊണ്ട് മേറാജ് കിട്ടും മുഅ്മിനീങ്ങൾക്ക്. അവിടെ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ മുംതലിഅൻ ഖൽബുഹു ബിമഹബ്ബതിഹി വഅളമതിഹി,